Good morning, മക്കളെ. നമ്മൾ എക്സസൈസ് ആണ്, എക്സാമ്പിൾസ് ആണ്. സോറി, എക്സസൈസ് അല്ല, എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾ നമ്പർ 2 ആണ് ചെയ്യുന്നത്. മുമ്പേ ചെയ്ത പോലെയാണ്, ചെറിയ വ്യത്യാസം. നമുക്ക് നോക്കാം. പ്രൈസ് ഓഫ് 3 പെൻസിൽ ആൻഡ് 4 പെന്നീസ് 66 rupees and price of 6 pencils and 3 pennies 72 rupees. What is the price of each? Simple. മുമ്പത്തെ പോലെ let price of pencil is equal to x എന്നും price of pen is equal to y എന്നും കൊടുത്തു. നിങ്ങൾ തന്നെ ചെയ്തില്ലേ? എന്താണ് 3 പെൻസിൽസ്, അപ്പം 3x പ്ലസ് എന്താ കാരണം രണ്ടിനും കൂടെ 66 rupees എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പ്ലസ് ഇടുന്നത് കേട്ടോ. 4 പെൻ, അപ്പൊ എന്നാ എഴുതും മക്കളെ? 4y is equal to 66. ഫസ്റ്റ് കണ്ടീഷൻ അറിയത്തില്ലേ? സെക്കൻഡ് എന്താണ്? പ്രൈസ് ഓഫ് 6 പെൻസിൽ 6x പ്ലസ് 3y is equal to 72. സെക്കൻഡ് കണ്ടീഷൻ. ഇനി അങ്ങ് ചെയ്താൽ മതി, ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ സാധാരണ എന്നാ നോക്കുന്നത്? ഒരുപോലുള്ള ആരെങ്കിലും ഉണ്ടോ? ഇവിടെ 3x, ഇവിടെ 6x, ഇവിടെ 4y, ഇവിടെ 3y. എക്സും വൈയും ആരെങ്കിലും ഒരുപോലെ ഉണ്ടോ നോക്കുന്നത് കേട്ടോ. ഇതൊരിക്കലും നോക്കല്ലേ, നമ്മുടെ നമ്പർ പാർട്ട് നോക്കല്ലേ, വേരിയബിൾസിന്റെ പാർട്ട് ഒരുപോലെ ഉണ്ടോ നോക്കണം. ഇല്ല, ഒരുപോലെ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ക്യാൻസൽ ചെയ്യും? മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഒരുപോലെ കിട്ടിയല്ലേ, അപ്പൊ നമ്മളിവിടെ ഒരുപോലെ ആക്കും. അപ്പൊ നോക്കാം, എളുപ്പ വഴി എന്ന് പറഞ്ഞാല് ഇവിടെ ഏതെങ്കിലും ഇപ്പൊ എക്സ് ആണോ വൈ ആണോ 3യുടെ ഇപ്പം മൾട്ടിപ്പിൾസ് ഉണ്ടോ നോക്കാം. ഇവിടെ നോക്കിയേ, എക്സ് ഇത് എത്രയാണ്? 3. ഇത് 6. 3യുടെ മൾട്ടിപ്പിൾ അല്ലേ 6? 3 × 2 അല്ലേ 6 അല്ലേ? ഓക്കെ, ഇവിടെ മൾട്ടിപ്പിൾ ആണോ? 3യുടെ മൾട്ടിപ്പിൾ ആണോ 4? 4ന്റെ മൾട്ടിപ്പിൾ ആണോ 3? അല്ല. അപ്പൊ നമുക്ക് ഇതുപോലെ വരുന്നുണ്ട്, മൾട്ടിപ്പിൾ അല്ലാത്തതും വരുന്നുണ്ട് കേട്ടോ. ഒരുപോലെ ഉള്ളു, നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 3യുടെ മൾട്ടിപ്പിൾ ആണ് 6 എന്നുള്ളത് കൊണ്ട് ഞാൻ എക്സിനെയാണ് മാറ്റാൻ പോകുന്നത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ അടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എക്സിനെ മാറ്റാൻ പോവാണ്. അപ്പം ഇവിടെ എത്രയാണ്? 6x, ഇവിടെ എത്രയാണ്? 3x. അപ്പം ഇതിനോട് എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 6x കിട്ടും? അപ്പൊ നമുക്ക് ഒരുപോലെ ആക്കാൻ പോവാം. ഇവിടെ 6x, ഇവിടെ 6x ആക്കാൻ പോവാം. അപ്പൊ 3 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x കിട്ടും? എത്രയാണ്? 3 × 2 ആണ് 6. അപ്പൊ നമ്മൾ ഈ മൊത്തം ടേമിനെ, ഫസ്റ്റ് ടേമിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്? 2 കൊണ്ട്. ഓരോ ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. 3 × 2 6x പ്ലസ് 4 × 2 8y is equal to 66 × 2 132. നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ആയി. ഈ ഇക്വേഷൻ മാറിപ്പോയി. ഇതിന് വല്ല മാറ്റം വരുത്തിയോ? ഇല്ല. 6x പ്ലസ് 3y is equal to 72. അത് നമ്മൾ അതുപോലെ തന്നെ എഴുതി. അതിന് മാറ്റമൊന്നുമില്ലാത്തതാണ് ഇക്വേഷൻ നമ്പർ 2 തന്നെ എഴുതുന്നത്. അതിന് മാറ്റം വരുന്നില്ലല്ലോ. ഫസ്റ്റിന് മാറ്റം വരുത്തിയത് കൊണ്ടാണ് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി. ഇത് മനസ്സിലായി മക്കൾ? ഇതെങ്ങനെ എഴുതാൻ കാരണം ഒന്ന്, നമുക്ക് ഏതെങ്കിലും എക്സോ വൈയോ ക്യാൻസൽ ചെയ്യണോ, ഒരുപോലെ ആക്കണം അവരെ. ഇവിടെ ഒരുപോലെ അല്ല. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലൊക്കെ ഒരുപോലെ ആയിരുന്നു സംഖ്യ. ഇവിടെ ഒരുപോലെ അല്ല. അതുകൊണ്ട് നമ്മൾ നോക്കി ആരെങ്കിലും മൾട്ടിപ്പിൾസ് ആയിട്ട് കിടപ്പുണ്ടോ നോക്കിയപ്പം എക്സിന്റെ മൾട്ടിപ്പിൾസ് ആണ്. എക്സിന്റെ വാല്യൂസ് 3യും 6ഉം മൾട്ടിപ്പിൾ ആണ്. 3 × 2 6 ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ എക്സ് എടുത്തത് കേട്ടോ. അപ്പൊ എക്സ് എടുത്തിട്ട് ഇപ്പൊ ഇതിനെ കൂടെ എന്നാക്കണം? 6 ആക്കണം. അപ്പൊ 6 ആക്കണ 3യെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3. ഇവരെ മാത്രം ചെയ്യാൻ പറ്റുമോ? നമ്മൾ മൈനസ് ആക്കിയ ഓർക്കുന്നുണ്ടോ? ഒരാളെ മാത്രം പറ്റുമോ? മൊത്തം ആൾക്കാരെ മാറ്റും. അപ്പൊ × 2 ചെയ്തപ്പം ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി. ഇനി ഇക്വേഷൻ നമ്പർ 2 അതുപോലെ എടുത്തെഴുതി. ഓക്കെ, ഇനിയും ക്യാൻസൽ ആക്കണം. ക്യാൻസൽ ആക്കാൻ പറ്റുമോ? ഇവിടെയും പ്ലസ് 6x, ഇവിടെയും പ്ലസ് 6x. അപ്പൊ എന്ത് ചെയ്യണം? ഒരാളെ മൈനസ് ആക്കണ്ടേ? നമുക്ക് ആരെങ്കിലും ഒരാളെ മൈനസ് ആക്കാം. ആരെ മൈനസ് ആക്കാം? ഇവരെ മനസ്സിലാക്കാം. മൈനസ് ആക്കാം, കാരണം ഇവരെ ഒന്നും നമ്മൾ മാറ്റിയതല്ലേ. അപ്പൊ ഇവരെ ഒന്ന് മൈനസ്, ഫുൾ ടേമിന് എന്നാ ചെയ്യാൻ പോവാണ്? ഇൻറ്റു മൈനസ് വെച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇക്വേഷൻ മാറും അല്ലേ. അപ്പം ഈ 3 അതുപോലെ ആദ്യം ഒന്ന് എടുത്ത് എഴുതാൻ പോവാണ്. 6x പ്ലസ് 8y is equal to 132 എന്നുള്ളത് 3 ആണ്. അടുത്ത 2നെ മാറ്റാൻ പോവാ. മൊത്തം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മക്കളെ -6. ഞാൻ ഒരു മാറ്റവും ഇല്ല, സൈൻ അങ്ങ് മാറ്റിയാൽ മതി. പ്ലസ് 3y എന്നാണ് -3y. അതുപോലെ പ്ലസ് 72 എന്നാകും -72. അത് ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക, കാരണം അവർ മാറിപ്പോയി. ഇതെല്ലാം പ്ലസ് അല്ലേ, അത് മാറിയത് കാരണം മറ്റേ 3 ആക്കിയപ്പം 4 ഒന്നും കൂടെ ആക്കി. മനസ്സിലായല്ലോ ഇത്രയും?
ഒന്നുമില്ല, നമ്മൾ ചെയ്ത ടൈപ്പ് തന്നെയാണ് നമ്മൾ ഇനി ചെയ്യും. വേറെ ചെയ്യുമ്പോൾ നിങ്ങൾ അത് പഠിക്കും. ഓക്കെ, നമുക്ക് മുമ്പത്തെ പോലെ ഇനി ക്യാൻസൽ ചെയ്യാൻ നോക്കാം. +6 -6 ക്യാൻസൽ ചെയ്ത് ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ നോക്കി +8y -3y. അപ്പൊ പ്ലസും മൈനസും വന്നാലേ മക്കളെ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യും അല്ലേ? അപ്പൊ എത്രയാണ്? 5 3 8. വലുതിന്റെ സൈൻ +5y = ഇതും പ്ലസും മൈനസും അവരെ കൂടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം അല്ലേ? 0 60. വലുതിന്റെ സൈൻ എന്ന് പറയുമ്പോൾ പ്ലസ്. അപ്പൊ 5y = 60. y ഒറ്റയ്ക്ക് ആക്കിക്കേ. 5നെ ഇപ്പുറത്ത് പോകുമ്പോൾ y 5 എന്നാ ചെയ്യും മക്കളെ? 60യെ 5 കൊണ്ട് ഡിവൈഡ്. ഇവിടെ 5y ആണ്. 5y എന്ന് പറഞ്ഞാൽ 5 × 5. ഓക്കെ, അപ്പൊ എത്രയാണ്? 1 × 12. വൈയുടെ വാല്യൂ എത്രയാണ്? y = 12 കിട്ടി. y കിട്ടി. ഇനി നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നത് ഏതെങ്കിലും ഇക്വേഷൻ ആത്തോട്ടെ. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇക്വേഷൻ കൂടെ ഞാൻ എഴുതി വെച്ചേക്കട്ടെ. 3y + 4y = 66. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. നിങ്ങൾക്ക് ഫസ്റ്റിനകത്തോ സെക്കൻഡിനകത്തോ തേർഡിനകത്തോ ഫോറിനകത്തോ ഇഷ്ടമുള്ളതിനകത്ത് വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കറക്റ്റായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഫസ്റ്റിൽ കൊടുക്കട്ടെ അല്ലേ? ഫസ്റ്റ് അല്ലേ ഇപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പം 3x ആണ്. ഓക്കെ, കൊടുക്കാൻ പോവാണ്. 3x + 4y എന്നാണ് പറഞ്ഞത്. 4y എന്ന് പറഞ്ഞാൽ 4 × y. y എത്രയാണ്? 12. കണ്ടോ? = 66 ആണ്. ഇനി എന്നാ മൾട്ടിപ്ലൈ ചെയ്തേ? 3x + 4 × 12 48 അല്ലേ? = 66. 3xനെ ഒറ്റയ്ക്കാകും മക്കളെ. 48 ഇപ്പുറത്ത് പോകും. 66 48 കൂടെ എന്നാ ചെയ്യണം? ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇത് പ്ലസ്. അപ്പൊ അപ്പുറത്ത് -48. അപ്പൊ 3x = 8 18 അല്ലേ? 18. 3x = 18. എക്സിനെ ഒറ്റയ്ക്കാക്കിക്കേ. അപ്പൊ ഇവിടെ 3 വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യും അല്ലേ? 6. അപ്പൊ x = 6 എന്ന് കിട്ടി. ആരാ എക്സ്? പ്രൈസ് ഓഫ് പെൻസിൽ. ലാസ്റ്റ് നിങ്ങൾ എഴുതും പ്രൈസ് ഓഫ് 1 പെൻസിൽ = എത്രയാണ്? 6 rupees എന്നും പ്രൈസ് ഓഫ് 1 പെൻ = എത്രയാണ്? 12 rupees. സിമ്പിൾ അല്ലേ മക്കളെ? ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. നമുക്ക് ഒരുപോലെ വാല്യൂ അല്ലാഞ്ഞ ഒരുപോലെ ആക്കി, അത്രേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്ത് സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപോലെ ആക്കി. ബാക്കി എല്ലാം സെയിം ആയിട്ടാണ്, നിങ്ങൾക്കറിയാം. അപ്പം ഇത് നിങ്ങൾ ആദ്യം ചെയ്യത്തില്ല, തന്നെ ചെയ്യത്തില്ല, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വീഡിയോ ഒരു 2 പ്രാവശ്യം കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇനി അടുത്ത പ്രോബ്ലം തൊട്ടില്ലേ നിങ്ങൾ തന്നെ ചെയ്തോളൂ മക്കളെ. എനിക്കറിയാം. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.